വെൽക്കം ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് കുട്ടിക്കളിയുടെ ഭാഗമായിട്ടുള്ളതാ. നമ്മുടെ കണവ വെച്ചിട്ട് എഴുതിയതാ. അല്ല, കണവ വെച്ചിട്ടല്ല, അതിൽ മഷി വെച്ചിട്ട് എഴുതിയതാ കേട്ടോ. പണ്ട് അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മ തരത്തില്ലായിരുന്നു, ഉടുപ്പിലൊക്കെ പറ്റും, അവിടെ പറ്റും, ഇവിടെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം പിന്നെ നമ്മളെ വഴക്ക് പറയേണ്ട പ്രായം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാനിത് എടുക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മോനത് എന്തോ അമ്മ ഇതിൽ നിന്ന് കളർ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാ. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് എഴുതി ഞാനും ഒക്കെ ഇരുന്ന് കളിച്ചു. അല്ലെങ്കിൽ ഇവിടെ കണവ വാങ്ങിച്ചിട്ട് കുറേ നാളായി. എനിക്കൊന്ന് മോൻ വളർന്നതിന് ശേഷം അധികം അവൻ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൻ അത്ഭുതത്തോടെ വന്ന് നോക്കിയത്. അങ്ങനെ ഞാൻ കണവ ഇത്തവണ എന്തായാലും വാങ്ങിക്കാൻ കരുതി വാങ്ങിച്ചതാ. കാര്യം അലർജിയുണ്ട്. അപ്പോൾ കണ വൃത്തിയാക്കി എളുപ്പമാണല്ലോ. ബോഡിയിൽ നിന്ന് അതിനെയും തലയിൽ നിന്ന് അതിനെയും മാത്രം മാറ്റിയാൽ മതിയല്ലോ. തലയിൽ ഇതാ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഈ സാധനം എടുത്ത് കളയണം. ബോഡിയിൽ നിന്ന് ആ മഷി പൊട്ടാതെ എടുത്ത് മാറ്റിയാൽ അത്ര എളുപ്പം. പക്ഷെ പലപ്പോഴും പൊട്ടിപ്പോവും. അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണവ പരിപാടി വളരെ എളുപ്പമായി ഈ ഫിഷുകളിൽ. പക്ഷേ എന്തായാലും എല്ലാവർക്കും കഴിക്കാനൊക്കെ അല്ല, കുറച്ച് അലർജിയൊക്കെ ഉള്ള സാധനം. എന്തായാലും ഞാൻ അതിനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ പണി എളുപ്പമാവാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് വെച്ചതാ. കാര്യം നമുക്കിനി കടുവേറ പരിപാടി കിടക്കുമല്ലയോ. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇത് കണ്ടോ, ഒരു പാത്രത്തോളം കണവേക്കാൾ കൂടുതൽ കൊച്ചുള്ളി മീൻസ് സവാളയും ഉണ്ട് കേട്ടോ. ഒരു സവാള അരിഞ്ഞതും കൂടെ ഉണ്ട്. മൊത്തം കൊച്ചുള്ളി ആയിരുന്നെങ്കിൽ അടിപൊളി ആയാനെ. എനിക്ക് അത്ര അരിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഒരു സവാളയും കൂടെ എടുത്തു. ഉള്ളി തോനെ ഇടുന്നതാട്ടോ ഇതിന് നല്ലത്. ഞാൻ വെക്കാൻ പോകുന്ന എന്തുവാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ കൂന്തൽ തോരനാട്ടോ. കൂന്തലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കണവയെന്ന് തന്നെ പറയുക. ഈ കടലിൽ കയറുമ്പോഴേ ഈ കൂന്തൽ എന്നൊക്കെ കേട്ടിട്ടുള്ളത്. കണവത്തോരനാട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കൊച്ചുള്ളി ഇങ്ങനെ തൊലിച്ച് കൂട്ടി വെച്ചേക്കുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി ഇട്ട് വെക്കുന്നതാട്ടോ തോന്നെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൊച്ചുള്ളി എടുത്തത്. അപ്പം നമ്മൾ ചട്ടി വെച്ച് കടുവറുത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് കടുവറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതലും കിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വയറിന് അസുഖം വരുന്ന സാധനവും കൂടെ ആണല്ലോ. അപ്പം പിന്നെ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേരിൽ കുറച്ച് കുറയുമെങ്കിൽ അതിങ്ങനെ ഇരുന്നോട്ടെ. അത് മാത്രമല്ല കേട്ടോ, അതൊക്കെ ഇടുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് തോന്നാറുണ്ട്. കുറച്ച് കൂടുതൽ ഇടുമ്പോൾ എനിക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് തട്ടി പൊത്തി അങ്ങ് വെക്കുക. അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വഴരെയൊന്നും വേണ്ട. കാര്യം നമുക്ക് തോരൻ വെക്കാനാണല്ലോ. 2 പച്ചവളവും കൂടെ ഇട്ടിട്ടുണ്ട്. പച്ചവളവിൻ്റെ സ്പൈസ് അല്ല നമുക്കിത് വേണ്ടത്. നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ സ്പൈസാണ്. അതുകൊണ്ട് നമ്മൾ അത് 2 പച്ചവളവ് പേരിനിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ പൊടി ഇടണം. അതിൽ മഞ്ഞപ്പൊടിയും കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടിച്ചതല്ല, നന്നായിട്ട് പൊടിയണ്ട, ക്രഷ്ഡ് പെപ്പർ മതി. ഞാൻ പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ എരി മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പം മുമ്പിൽ നിന്നില്ലെങ്കിലും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പം വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. എന്തായാലും അതും കൂടി ഇട്ട് ആ പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ പച്ചവെള്ളം ചാടിപ്പോയണ്ടോ, അവന് താല്പര്യമില്ല. അങ്ങനെ വേവിച്ച് വെച്ചേക്കുന്ന കണവ നമുക്ക് തട്ടാം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളവും കൂടി ഇരുന്നോട്ടെ. ആ വെള്ളവും കൂടെ ചേർത്ത് തന്നെ ഇതിനകത്തോട്ട് തട്ടാം. കാര്യം നമുക്കിനി ഈ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് കണവയിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് വെള്ളമുള്ളത് നല്ലതാണ്. അപ്പം ഞാൻ അത് കുറച്ച് നേരം അതും കൂടെ അങ്ങനെ വെച്ചതിന് ശേഷം അടച്ച് തന്നെ വെച്ചതിന് ശേഷം നല്ല തേങ്ങ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഞവടി അങ്ങോട്ട് തിരുമുക. മിക്സിയിലൊന്നും അരയ്ക്കൊന്നും വേണ്ട, കൈ വെച്ച് തന്നെ അങ്ങോട്ട് ഞവടി തിരുമുക. എന്നിട്ട് ലാസ്റ്റ് മാത്രമേ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുമ്പൊക്കെ ഞാൻ തേങ്ങയും അരപ്പും എല്ലാം ഒന്നിച്ച് തന്നെ ഇടുമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങയ്ക്ക് അങ്ങനെ അധിക വലിയ പ്രാധാന്യം ഇതിനുണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തേങ്ങ കുറച്ചിട്ടാലും മതി, കൂടുതലിട്ടാലും മതി. കൂടുതലിട്ടാൽ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. പണ്ടൊക്കെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമായിരുന്നു. അപ്പോഴങ്ങ് റബ്ബർ പോലെ ആവുമായിരുന്നു. കാര്യം എനിക്ക് മനസ്സിലായത് ഈ കൂന്തൽ വേവും തോറും റബ്ബർ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി, അത്ര വേവേ ഇതിനുള്ളൂ. നമ്മളൊന്ന് 2ആയിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്നാകുമ്പോൾ അത് 2ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴേ നമ്മൾ ഈ തേങ്ങയും കൂടി ഇട്ടൊന്ന് ഉലർത്തി എടുക്കുക. ഒരു തോരൻ എങ്ങനെ തോർത്തി എടുക്കാവുന്ന രീതിയിൽ എടുക്കാം. ഈ തോരനായിട്ട് തിന്നാനാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാട്ടോ ഈ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പില അങ്ങ് വാരി വിതറിയേക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തോരൻ റെഡിയാണ്. ഈ തോരൻ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഗൈസ്, നല്ല സൂപ്പർ പുട്ടിൻ്റെ കൂടെയും, അരിപ്പുട്ടായാലും ഏത് പുട്ടായാലും പുട്ടിൻ്റെ കൂടെയും ദോശ അപ്പം ഏതിൻ്റെ കൂടെയും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കണവത്തോരൻ എന്ന് പറയുന്നത്. പണ്ടേ ഞാൻ വെറുതെ വാരി തിന്നുന്നൊരു സാധനമായിരുന്നു. എനിക്കങ്ങനെ അലർജിയൊന്നുമില്ല, പക്ഷെ വീട്ടിലുള്ളവർക്ക് അലർജി ഉള്ളതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ വാങ്ങിക്കാത്തത്. എന്തായാലും ഈ സാധനം സൂപ്പറാണ്. ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ കുറച്ചധികം ആഡംബരം ആവുമെങ്കിലും സൂപ്പർ ടേസ്റ്റും ആവും കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ പോലെ തേങ്ങാക്കൊത്ത് എടുക്കാൻ മറന്നു പോയല്ലോ എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൊത്തിക്കൊണ്ടുവരാനില്ലാത്തവരും നമ്മൾ തന്നെ പോയി കൊത്തണം എന്നുള്ളവർ
വരുവാണെങ്കിൽ ഇടണ്ട. അതിട്ടില്ലെന്ന് കരുതി ടേസ്റ്റിന് ഒട്ടും പുറകോട്ടല്ല കേട്ടോ.